ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണി മസാല കൂട്ടാണ്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കടയിൽ നിന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇത് പൊടിച്ചെടുക്കാം. പിന്നെ പല പ്രാവശ്യമായിട്ട് ഉപയോഗിക്കാം. എപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയാലും ഉപയോഗിക്കാം. പിന്നെ ബിരിയാണിക്ക് മാത്രമല്ല, ചിക്കൻ കറിക്കോ നമ്മൾ വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കുന്ന മസാല ചേർക്കുന്ന ഗരം മസാല ചേർത്തുണ്ടാക്കുന്ന കറിക്കൊക്കെ യൂസ് ചെയ്യാം ഈ മസാല. ഓക്കെ, അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പലരും വ്യത്യാസം കാണും ഉണ്ടാക്കുന്ന രീതിയൊക്കെ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ മസാല പൊടിച്ച് വെച്ചാൽ നമുക്ക് ഒരു കിലോയുടെ ബിരിയാണിക്ക് ചിലപ്പം 2 സ്പൂണോ അല്ലെങ്കിൽ 2.5 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരും, ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ചെറിയ ഏലക്ക, അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഷാഹി ജീര, ചെറിയ ജീരകമാണത്, അത് ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകം, അത് 2 ടേബിൾ സ്പൂൺ. പിന്നെ നമ്മുടെ സാധാരണ ജീരകം, അതും 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പു, അത് 1 ടേബിൾ സ്പൂൺ. 2-3 കഷ്ണം കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 2 ചെറിയ കഷ്ണം ജാതിക്കയുടെ 2 ചെറിയ കഷ്ണം മുറിച്ചെടുത്തതാണ്. അതൊന്നും കൂടാൻ പാടില്ല, അത്രേ ആകാവൂ. പിന്നെ തക്കോലം, അതിൻ്റെ 3 ഇതൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒത്തിരി കൂടിയാൽ ഭയങ്കര കുത്തിയ മണം വരും, അപ്പോൾ അത് അത്ര ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ജാതിപത്രി, അത് ഒരു 3 കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാനിത് വറുക്കുന്നൊന്നുമില്ല, ഇത് പച്ചയ്ക്ക് തന്നെ പൊടിച്ചെടുക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഇടുന്നതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പൊടിച്ചെടുക്കാൻ പോവാണ്. മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. പിന്നെ അരിക്കോ ഒന്നും വേണ്ട. പിന്നെ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിനകത്ത് ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് കൂടെ ഉപയോഗിക്കാം. പിന്നെന്താ, വേറെ കറികൾക്കൊക്കെ യൂസ് ചെയ്യാം. ഗരം മസാല ചേർക്കേണ്ട കറികൾക്കൊക്കെ യൂസ് ചെയ്യാം. പൊട്ടാറ്റോ കറി, ചിക്കൻ കറി, മുട്ടക്കറി, കടലക്കറി, ഇതിനൊക്കെ എടുക്കാം. പിന്നെ ബിരിയാണിക്കാണെങ്കിലും നമ്മൾ ബിരിയാണിക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ 4-5 ബിരിയാണി, 1 കിലോയുടെ ബിരിയാണിക്ക് ഇപ്പോൾ 2.5 സ്പൂണൊക്കെ ഇടുവാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബിരിയാണിക്കും യൂസ് ചെയ്യാം. ഫിഷ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി, അങ്ങനെ ഏത് ബിരിയാണിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ബിരിയാണി മസാല വെച്ച് നിങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.